ലോക അരുൺ ഡൊമിനിക് ചിത്രം. ആദ്യം തന്നെ ഒരു ബിഗ് കിഡോസ് ടു ദുൽഖർ സൽമാൻ ഫോർ പ്രൊഡ്യൂസിങ് സച്ച് എ ബ്രില്യൻറ്റ് മൂവി. ഇഫ് യു പീപ്പിൾ ആർ എ ബിഗ് ഫാൻ ഓഫ് മാവൽ ആൻഡ് DC ഗ്രാഫിക് നോവലിനോടൊക്കെ നിങ്ങൾക്ക് ഇത്ര താല്പര്യം, നിങ്ങൾ ഒത്തിരി ക്യാരക്ടറിനെ സ്വന്തമായി അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതാ വേറൊരു ക്യാരക്ടർ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. കല്യാണി പ്രദർശൻ്റെ ക്യാരക്ടർ ചന്ദ്ര. കല്യാണി ഈസ് ക്യാരിങ് ദാറ്റ് ക്യാരക്ടർ സോ വെൽ. എവിടെയും അതിനകത്തൊരു ഡൗൺഫോളോ കാര്യങ്ങളില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്, കോസ്റ്റ്യൂം ഇസ് സോ ഗ്രേറ്റ്. കോസ്റ്റ്യൂം നമുക്ക് കൃത്യമായിട്ട് ലെവലിൽ പറയുകയാണെങ്കിൽ അതിമനോഹരമായ കോസ്റ്റ്യൂം, അടിപൊളിയായിട്ടുണ്ട്. എവിടെയും നമുക്ക് തോന്നില്ല അയ്യോ ഇതൊരു ഇച്ചിരി ലെവൽ താഴെയാണല്ലോ, അതൊന്നുമില്ല, ഇത് അടിപൊളിയുണ്ട്. ആൻഡ് നെസ്ലിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. നെസ്ലിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചന്തു ആൻഡ് നദർ അരുൺ, ഇവർ മൂന്നുപേരും കൂടിയുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറായിട്ട്. പിന്നെ അതിഗംഭീര ഒരു വേഷം, പോലീസുകാരൻ്റെ വേഷം ചെയ്തിട്ടുള്ള നച്ചിയപ്പ അങ്ങനെ അങ്ങോട്ട് അഴിഞ്ഞാടാണ്. നച്ചിയപ്പ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഒരു 3 സ്റ്റോറി ബിൽഡിങ്സൊക്കെ ഇങ്ങനത്തെ ലെവലിലുള്ള ഒരു മിഡ് ടൗൺ, ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്ന ഒരു മിഡ് ടൗൺ സാധനം ഇങ്ങനെ കാണിച്ചു പോകണ്ടെങ്കിലും അതിനകത്തുള്ള സൈൻ ബോർഡ്സ് എല്ലാം നിയോൺ വെച്ച് വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ട്രാഷ് ബിൻ അവിടെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ള, അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെയുള്ള സാധനങ്ങൾ പോലെ ബ്യൂട്ടിഫുൾ മേക്കിംഗ്. ആൻഡ് ദ സിനിമോട്ടോഗ്രാഫർ ഇസ് ഡൺ എ ബ്രില്യൻ ജോബ്. നിമിഷ് തകർത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ജേക്സ് ബി ജോയിൻ്റെ വേറെ ലെവൽ മ്യൂസിക്കാണ്. അതിനകത്ത് ഒരു റീ എൻട്രി സീൻ എന്ന് വേണമെങ്കിൽ പറയാം. കല്യാണിയുടെ ഒരു സീനുണ്ട്, കല്യാണി എൻട്രി ചെയ്യുമ്പോഴത്തേനും അപ്പോൾ തിയേറ്റർ വെറുതെ ഇളകി മറിയും. ബിഗ് കിഡോസ് ടു DJ ശേഖർ. കിളിയെ ട്രാക്ക് ഇട്ടിട്ടാണ് ഇങ്ങനെ വരുന്ന കല്യാണി. ആ ടൈമിലുള്ള തിയേറ്ററിലുള്ള ആരവെന്ന് പറഞ്ഞുള്ള 1.5 ആരവാണ്. ഇതെനിക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഞാൻ ഫുൾ ഹൗസ് തിയേറ്റർ, ബിഗ് തിയേറ്ററിലാണ് കണ്ടത്. ഞാൻ പത്മയിലാണ് ഈ പടം കണ്ടത്. അപ്പോൾ അതിഗംഭീരമായിരുന്നു. സോ ഐ റിയലി എൻജോയ്ഡ് ദർ. പിന്നെ ഇതിനകത്ത് വിജയരാഘവൻ ഒരു കുട്ടിക്കൊരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ മിത്തിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി അതിഗംഭീര പെർഫോമൻസാണ്. കാരണം വെച്ചാൽ ആ കുട്ടീനെ ഓഡിയൻസ് ഏറ്റെടുത്തു എന്ന് പറയാൻ കാര്യം, ഇൻ്റർവെല്ലിന് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും കൂടി അവിടെ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ് ആ കുട്ടിയെ കാണണം എന്ന് പറഞ്ഞു. ആരോ ആ കുട്ടിയെ എടുത്തു പൊക്കി. ആ ടൈമിൽ ഒരു സ്റ്റാൻഡിങ് ഒവിവേഷൻ പോലത്തെ രീതിയിലാണ് ആൾക്കാർ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. സച്ച് എ ബ്രില്യൻറ്റ്. പിന്നെ ക്യാമിയോൻ്റെ ഘോഷയാത്രയാണ് ഇതിനകത്ത്. ക്യാമിയോകളുടെ പെരുന്നാളാണ്, ക്യാമിയോസ് വന്നു പോകുന്നു. അപ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. നമ്മളിങ്ങനെ റോർ ചെയ്യാണ്, മലയാളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ മൂവി. പിന്നെ എൻ ടൈറ്റിൽ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണം, ഇരുന്നേ പറ്റൂ. ഹിയർ കംസ് ദി സർപ്രൈസ്. സോ എൻജോയ് ലോക്കോ ഗൈസ്.